ഒരു ജാപ്പനീസ് കഥയുണ്ട്. ഒരിക്കലൊരു മനുഷ്യൻ ഒരു മുള നടാൻ തീരുമാനിച്ചു. അങ്ങനെ അദ്ദേഹം അത് നട്ടു, വെള്ളമൊഴിച്ചു, പരിപാലിച്ചു. ആദ്യ വർഷം കടന്നുപോയി, ഒരു വളർച്ചയും കണ്ടില്ല. രണ്ടാമത്തെ വർഷവും അദ്ദേഹം ഇതേ പ്രവർത്തനം തുടർന്നു, ഒരു മാറ്റവും ഉണ്ടായില്ല. അങ്ങനെ 5 വർഷം കഴിഞ്ഞിട്ടും യാതൊരു പുരോഗതിയും ഇല്ലാതെ വന്നപ്പോൾ അദ്ദേഹത്തിന് വല്ലാത്ത നിരാശ തോന്നി. തൻ്റെ സമയവും പണവും കഷ്ടപ്പാടുമൊക്കെ ഇതിനുവേണ്ടി വെറുതെ കളഞ്ഞല്ലോ എന്ന് തോന്നിയ അദ്ദേഹം ഒരു വേള ഇതെല്ലാം ഉപേക്ഷിച്ചാലോ എന്ന് വരെ ചിന്തിച്ചു. പക്ഷേ ഒരു വട്ടം കൂടി പരിശ്രമിക്കാം എന്ന അദ്ദേഹത്തിൻ്റെ ആ ഒരു തീരുമാനം യഥാർത്ഥത്തിൽ അദ്ദേഹത്തെ അത്ഭുതപ്പെടുത്തി കളഞ്ഞു. ആ വർഷം ആ മുള വളർന്നു. 6 ആഴ്ച കൊണ്ട് അത് വളർന്നു പന്തലിച്ചു. യഥാർത്ഥത്തിൽ ഈ 5 വർഷവും ആ മുള വളരാതിരിക്കുകയായിരുന്നില്ല, അതിൻ്റെ അടിത്തറ പാകുകയായിരുന്നു, അതിൻ്റെ വേരുറപ്പിക്കുകയായിരുന്നു. ആ വേരാണ് യഥാർത്ഥത്തിൽ അതിനെ വളർന്ന് പന്തലിക്കാൻ സഹായിച്ചത്. നമ്മുടെ ജീവിതവും ഇങ്ങനെയല്ലേ? സ്വപ്നങ്ങൾക്ക് പിറകെ ഓടി കഠിനാധ്വാനം ചെയ്ത് കഷ്ടപ്പെട്ട് ഒന്നും നേടുന്നില്ലല്ലോ എന്നൊരു തോന്നലുണ്ടാകുമ്പോൾ നമ്മളിത് ആലോചിക്കണം. നമ്മുടെ ഓരോ കഷ്ടപ്പാടും നമ്മുടെ വളർച്ചയ്ക്കുള്ള അടിത്തറവായിക്കൊണ്ടിരിക്കുകയാണ്. ഒരു നാൾ നമ്മളും വളർന്നു പന്തലിക്കും. പിന്മാറാതിരിക്കുക എന്നത് മാത്രമാണ് നാം ചെയ്യേണ്ടത്.